ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ്. തമിഴ്നാട്ടിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ AIDMKയും DMK ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ. മറ്റു കക്ഷികൾക്ക്, അതായത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഇവർക്കൊന്നും വേരോട്ടം ചെയ്യാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതിൻ്റെ കാരണം നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ദ്രാവിഡ മണ്ണ്, തമിഴ് ഭാഷയോടുള്ള അവരുടെ അതിയായ സ്നേഹം, തുല്യമായ അവകാശം എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു ദ്രാവിഡ മോഡൽ ഒക്കെയാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ പാർട്ടികളായ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ BJP ആയിക്കോട്ടെ, മറ്റു പാർട്ടികൾക്കൊന്നും തമിഴ്നാട്ടിൽ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ AIDMK സംബന്ധിച്ചിടത്തോളം ജയലളിതയുടെ മരണത്തിന് ശേഷം പാർട്ടി ശിഥിലപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ശക്തി ക്ഷയിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാര്യം അതിൻ്റെ നേതാക്കൾ, ഇനിയിപ്പോൾ OPS ആയിക്കോട്ടെ, EPS ആയിക്കോട്ടെ, മറ്റു ഏത് നേതാക്കന്മാരും ആയിക്കോട്ടെ, ഇവർക്കൊന്നും ജയലളിത ഭരിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ജയലളിത നയിച്ചിരുന്നപ്പോഴുള്ള കമാൻഡിങ് പവർ ഇവർക്ക് ആർക്കും തന്നെ ഇല്ല. ഈ നേതാക്കന്മാരെല്ലാം, ഈ രണ്ടാം കിട സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെല്ലാം തന്നെ ജയലളിതയുടെ മുമ്പിൽ പഞ്ചപുഷ്ടി മടക്കി ജയലളിതയുടെ മുമ്പിൽ ജയലളിതയുടെ മുഖം നോക്കി സംസാരിക്കാൻ കഴിവില്ലാത്ത നേതാക്കന്മാരായിരുന്നു. വേറെ പല പരിഗണനകളിലും കൊണ്ടാണ് അവരൊക്കെ നേതാക്കന്മാരായത് തന്നെ. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും. EPS എങ്ങനെയാണ് മുഖ്യമന്ത്രി ആയത്. ജയലളിതയുടെ മരണത്തിന് ശേഷം ശശികലയുടെ കാലിൽ വീണ് എഴയുന്ന ചിത്രം, വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ സൂചിപ്പിച്ച വേറൊന്നുമല്ല, ജയലളിതയുടെ മരണത്തിന് ശേഷം പാർട്ടിയിൽ നല്ലൊരു നേതാവ് ഉണ്ടായിട്ടില്ല. ജയലളിതയുടെ അത്രയും ശക്തിയുള്ള ഒരു നേതാവും AIDMK ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ AIDMK BJP വിഴുങ്ങാൻ എപ്പോഴും കാത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. AIDMKയുടെ പല നേതാക്കന്മാരും BJPയുടെ കൺട്രോളിലാണുള്ളത്. അവരുടെ പല തരത്തിലുള്ള അഴിമതികളും BJP CBI കൊണ്ടും ED കൊണ്ടുമൊക്കെ അന്വേഷിച്ച് അവരെ വരുതിയിലാക്കിയിട്ടുണ്ട്. BJP പറയുന്നതിനപ്പുറമായിട്ട് ഒരു കാര്യവും പറയാനോ ചിന്തിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് AIDMKയിലുള്ള പല നേതാക്കന്മാരും ഉള്ളത്. അതുപോലെ തന്നെ ഒരു IPS ഓഫീസറായ നേതാവിനെ BJPക്കാർ, IPS ഓഫീസറായ അണ്ണാമല എന്ന നേതാവിനെ BJP നേതൃത്വം തമിഴ്നാട്ടിൽ കൊണ്ടിറക്കി AIDMKയുടെ നേതാവാക്കി. അദ്ദേഹം AIDMK വേണ്ട, BJP എന്ന പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന രീതിയിലായി. പക്ഷേ എന്നാൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അണ്ണാമല BJPയിൽ തന്നെ ആകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് തമിഴ്നാട്ടിലെ ഈ പൊളിറ്റിക്കൽ വാക്യൂമിനെ കുറിച്ച് പറയാനാണ്. അതായത് ഒപ്പോസിഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തമിഴ്നാട് രാഷ്ട്രീയമുള്ളത്. DMK എന്ന ഭരണകക്ഷിക്ക് എതിരെ ഒരു വാക്ക് പോലും പറയാൻ, കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തെ മുൻനിർത്തിയാണ് നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ തമിഴ് നടൻ വിജയ്, അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി 2 വർഷം മുമ്പ് നിലവിൽ കൊണ്ടുവന്നത്. TVK, തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയാണ് അദ്ദേഹം രൂപീകരിച്ചത്. എല്ലാ സിനിമ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ PR വർക്കുകൾ അദ്ദേഹം ചെയ്തിരുന്നു. അഭിനയിക്കുന്ന സിനിമകളെല്ലാം തന്നെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് മൈലേജ് കിട്ടുന്ന രീതിയിലായിരുന്നു മിക്കവാറും ഈ കഴിഞ്ഞ 2 വർഷത്തെ സിനിമകളും അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ ജനപ്രിയനായ ഒരു നേതാവാണ് വിജയ്. വിജയ്ക്ക് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ആരാധകരായുണ്ട്.
അതുപോലെ തന്നെ സ്ത്രീകളും കുടുംബങ്ങളുമൊക്കെയാണ് വിജയുടെ പിന്നെ പ്രേക്ഷകർ മെയിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആൻറ്റി DMK പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആൻറ്റി പിന്നെ സ്റ്റാലിൻ പൊളിറ്റിക്സാണ് കലൈഞ്ഞർ കുടുംബവാഴ്ച എന്നുള്ള രീതിയിലൊക്കെയാണ് വിജയ് പിന്നെ ഒപ്പോസിഷനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം പിന്നെ തമിഴ്നാടിന് വേണ്ടി പിന്നെ ദ്രാവിഡ മോഡൽ ഭരണം കൊണ്ടുവരും എന്നൊക്കെയാണ് പറഞ്ഞതും പ്രസംഗിച്ചതും ഒക്കെ ആയിട്ട്. പക്ഷേ ഒരു കാര്യം അവിടെ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ്റെ പക്വതയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പിന്നെ ഇച്ഛാശക്തിയോ രാഷ്ട്രീയക്കാരൻ്റെ ദീർഘവീക്ഷണമോ അദ്ദേഹത്തിന് ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഒരു ഫസ്റ്റ് ജനറേഷൻ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനോ പിന്നെ ബന്ധുക്കളോ ഒന്നും രാഷ്ട്രീയക്കാരല്ല. പിന്നെ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയല്ല വിജയ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ദീർഘവീക്ഷണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിലും കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാര്യം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുള്ള പിന്നെ അനുഭവം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഗോൾഡൻ സ്പൂണ് ആയിട്ടാണ് ജനിച്ചതും വളർന്നതുമൊക്കെ. 5 സ്റ്റാർ ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. കോടിക്കണക്കിന് ആസ്തിയുള്ള വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന് തമിഴ്നാടിൻ്റെ പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില ഡാറ്റാസ് ഉണ്ടാവും. പക്ഷേ ആ ഡാറ്റ വെച്ചുകൊണ്ട് ഒരു സിനിമാ നടന് ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും. അതിൽ താൽക്കാലികമായി അവരുടെ വികാരങ്ങളെ വെച്ച് അമ്മാനമാടാൻ സാധിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി അവർ ചെളി പുരണ്ട വസ്ത്രം ധരിച്ച് പിന്നെ കഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് ശരിയായ ഒരു രാഷ്ട്രീയക്കാരനെ വിജയിൽ അവർ കാണുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് തിരക്കുകളുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തിനെ കാണണം, പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഇതുവരെ വളർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമാക്കാരനായ രീതിയിൽ അത്രയും ഗ്ലാമറസായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ PR വർക്കുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താൻ അഭിനയിച്ച സിനിമകളിലും അല്ലാതെ തന്നെ പിന്നെ ആളുകൾക്ക് പിന്നെ ചാരിറ്റി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പിന്നെ വീഡിയോകൾ എടുത്ത് പ്രചരിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുക. ഗവൺമെൻറ്റിനെ കാര്യമായിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പിന്നെ ജനങ്ങൾക്ക് ഇക്കിളി കൂട്ടുന്ന തരത്തിലുള്ള ചില ഡയലോഗുകൾ അടിച്ച് പിന്നെ സിനിമയിൽ തമാശയ്ക്ക് വേണ്ടി ടൈമിങ്ങിൽ ഒരു തമാശ പറയും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പിന്നെ ജനങ്ങളെ ഇക്കിളി കൂട്ടുക എന്നുള്ളതല്ലാതെ കാര്യത്തിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 41 ആളുകളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണാനായിട്ട് വന്ന് പിന്നെ സ്റ്റാമ്പേഡിൽ മരിച്ചുപോയത്. 41 വ്യക്തികൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് അദ്ദേഹം പ്രസംഗിക്കും എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹവും കൂടി ഉച്ചയ്ക്ക് 12 മണിക്ക് പിന്നെ പ്രസംഗിക്കും എന്ന് പ്രചരിപ്പിച്ച വിജയും അവരുടെ പാർട്ടിയും ആ സ്പോട്ടിലെത്തുന്നത് വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ്. അതായത് 7 മണിക്കൂർ, നീണ്ട 7 മണിക്കൂർ ആയിരക്കണക്കിന് ആളുകൾ, പിന്നെ സ്ത്രീകളും കുട്ടികളും പിന്നെ മറ്റു പുരുഷന്മാരും ഒരു ചെറിയ സ്ഥലത്ത് തടിച്ചുകൂടി ഈ പിന്നെ അവരേറ്റവും പിന്നെ ആദരിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള വ്യക്തിയെ കാണാനുള്ള വെമ്പലിൽ അവർ 7-8 മണിക്കൂറാണ് കുട്ടികളുമായിട്ട് പിന്നെ കാത്തു നിന്നത്. എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ
ബസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാരവൻ വരുന്ന സമയത്ത് പോലീസ് വാർണിംഗ് കൊടുത്തിരുന്നു, കൂട്ടത്തിനകത്തോട്ട് പോകരുത്, 50-100 മീറ്റർ അകലെ വെച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെച്ച് പ്രസംഗിക്കാൻ പോലീസുകാർ പിന്നെ വിജയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു എന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് പ്രസംഗിക്കാൻ സാധിക്കില്ല, ആ സെൻറ്റർ സ്പോട്ടിൽ ചെന്ന് മാത്രമേ അദ്ദേഹം പ്രസംഗിക്കൂ എന്നാണ് വാശി പിടിച്ചത്. അതിന് കാരണമായി പറയുന്നത് ഭരണകക്ഷിയായ DMKയുടെ നേതാക്കൾ ഇതേ സ്പോട്ടിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച പിന്നെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതേ സ്പോട്ടിൽ വെച്ച് മാത്രമേ ഞാൻ പ്രസംഗിക്കൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം വാശി കാണിച്ചു എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് 43 പേര് മരിച്ചതിന് ശേഷം അദ്ദേഹം ഏറ്റവും ആദ്യം ചെയ്തത് ആ സ്ഥലം വിട്ടുപോയി എന്നുള്ളത്. കരൂർ എന്ന ആ പ്രദേശത്ത് നിന്ന് അദ്ദേഹം അപ്രത്യക്ഷനായി എന്നുള്ളതാണ്. അദ്ദേഹം നേരെ പിന്നെ വിമാനമാർഗം ചെന്നൈയിലേക്ക് എത്തിയും വീട്ടിൽ പിന്നെ 15 ദിവസത്തോളം പിന്നെ ആരോടും ഉരിയാടാതെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട പക്വതയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന് വേണ്ട കഴിവോ ഇല്ലാത്ത ഒരു സിനിമാ നടൻ മാത്രമായി വിജയ് മാറി എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം പിന്നെ 41 പേരുടെ മരണം പിന്നെ തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരിലോ അല്ലാത്ത പക്ഷം കരൂരിലെ തന്നെ DMKയുടെ നേതാവായ സെന്തിൽ ബാലാജി എന്ന വ്യക്തിയുടെ പിന്നെ തോളിലോ വെച്ച് കൊടുക്കാനാണ് പിന്നെ ശ്രമിച്ചത്. അദ്ദേഹം ഒരു ചെറിയ വീഡിയോ പിന്നെ ഇട്ടിരുന്നു. സ്റ്റാലിൻ, ചീഫ് മിനിസ്റ്റർ സ്റ്റാലിനാണ് ഇതിന് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലായിരുന്നു, സിനിമ സ്റ്റൈലിലാണ് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്ന, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിവില്ലാത്ത, പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിവില്ലാത്ത വ്യക്തിയാണ് പിന്നെ വിജയ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതൊരു ഭാഗം നിൽക്കെ തന്നെ ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് പാർട്ടി നിലനിൽക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ കാരണം നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. വിജയെ ചുറ്റി നിൽക്കുന്ന കുറേ വ്യക്തികൾ, അതിൽ കുറേ രാഷ്ട്രീയക്കാരുണ്ട്, പിന്നെ അനധികൃതമായി പണം സമ്പാദിച്ച ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. അതിൽ 1-2 പിന്നെ കോടീശ്വരർ, അതായത് ലോട്ടറി കച്ചവടത്തിലൂടെ ഇല്ലീഗലായിട്ട് ആയിരക്കണക്കിന് കോടി സമ്പാദിച്ച ഒരു വ്യക്തിയുടെ മരുമകനാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ സ്പോൺസർ. വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 100 കണക്കിന് കോടി പിന്നെ രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ട് 1 രൂപ മുടക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ ചെയ്യാതെ തൻ്റെ ഗ്ലാമറസായ ഇമേജ് വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ തമിഴ്നാട് തന്നെ ഭരിച്ചു കളയാം, പിന്നെ കാലക്രമേണ ഇന്ത്യയുടെ പിന്നെ രാഷ്ട്രീയം തന്നെ മാറ്റിമറിച്ചേക്കാം എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. കാര്യം അദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്യാൻ ആയിരക്കണക്കിന് കോടി സ്പോൺസർ ചെയ്യാനുള്ള ആളുകൾ ചുറ്റുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗ്ലാമർ അതുണ്ട്. അപ്പോൾ ഈ 2 പിന്നെ അസറ്റും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ വോട്ട് മൊത്തം കൈക്കലാക്കാമെന്നും ഇത്രയും വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളെയെല്ലാം നമുക്ക് വെട്ടി വീഴ്ത്താമെന്നും അവരെയെല്ലാം നമുക്ക് റോൾ ചെയ്ത് ഉഴുത് മറിക്കാമെന്നൊക്കെയാണ് വിജയ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമയിൽ നമ്മൾ കാണുന്ന പോലെ പിന്നെ പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ കാണിക്കുന്ന ഗിമ്മിക്കിലൂടെയോ ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല. ജനങ്ങളുടെ വോട്ട് പിന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് ടെമ്പററി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നുമല്ല. ഇതൊന്നും ശാശ്വതമായ കാര്യങ്ങളല്ല. അപ്പോൾ രാഷ്ട്രീയത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ മാത്രമേ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വോട്ട് ചോരി എന്ന് പറയുന്ന പോലെ തന്നെ വോട്ട് നമുക്ക് മോഷ്ടിച്ച് അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ വോട്ട് നേടാൻ പറ്റും. പക്ഷേ താൽക്കാലികമാണ്. നമ്മുടെ തന്നെ സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു MP ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട്, ജനങ്ങളെ തന്നെ കൊഞ്ഞനം കാണിക്കുന്ന പിന്നെ ഒരു MP നിങ്ങൾക്കറിയാമായിരിക്കും. അതൊരു വെറും താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള 5 വർഷത്തെ
ഒരു കാലാവധി മാത്രമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു കാരണവശാലും ഇത്തരക്കാരെ ജനങ്ങൾ വിശ്വസിക്കില്ല. അത് ഞാൻ പറയുമ്പോൾ തന്നെ വിജയ് ഒരു MP ആവാനോ അല്ലെങ്കിൽ MLA ആവാനോ അല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. വിജയ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ ചീഫ് മിനിസ്റ്റർ ആവുക, സ്റ്റേറ്റ് ജയലളിതയെ പോലെയോ അല്ലെങ്കിൽ കരുണാനിധിയെ പോലെയോ ഇപ്പോൾ സ്റ്റാലിനെ പോലെയൊക്കെ ഒരു വലിയൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആവുക. അതിലൂടെ പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ, അതായത് ഇന്ത്യയുടെ തലസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ കാര്യം വരെ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു ആളായി മാറുക എന്നുള്ള ഒരു ഫാൻറ്റസിയിലാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്യൂവൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അനധികൃതമായി സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വ്യക്തികളാണ്. അവരുടെ ഉദ്ദേശം നിങ്ങൾക്കറിയാമായിരിക്കും. പൊളിറ്റിക്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയമായ സ്വാധീനം അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് കോടികളുടെ രൂപ വരെ നിഷ്പ്രയാസം ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സർക്കാരുകൾക്ക് തിരിച്ചു പിടിക്കാൻ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് അവർ പിന്നെ സമ്പാദിച്ചിട്ടുള്ള ഈ കോടിക്കണക്കിന് രൂപ വിജയ്ക്ക് വേണ്ടി പിന്നെ ചിലവാക്കുന്നത്. വിജയ് എന്ന വ്യക്തിയുടെ ആ ഇമേജിനെ ആണ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. വിജയ് എന്ന വ്യക്തിയെ പിന്നെ ഉയർത്തി കാട്ടിക്കൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും അവരുടേതായ കൺട്രോൾ കൈക്കലാക്കാൻ പറ്റുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തെ ആഴത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് പിന്നെ ഇതൊന്നും മനസ്സിലാക്കിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. വിജയുടെ ഒറ്റ ഫോക്കസ് എനിക്ക് ചീഫ് മിനിസ്റ്റർ ആവണം എന്നുള്ളതാണ്. ആവണം എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇദ്ദേഹത്തിനൊരു ഐഡിയ ഇല്ല. നമ്മൾ സിനിമയിൽ കുറേ ചാരിറ്റി ചെയ്യുന്നത് കാണിക്കുക, അല്ലെങ്കിൽ കുറേ ആളുകളെ വിളിച്ച് പിന്നെ 10,000 കൊടുക്കുന്ന പിന്നെ വീഡിയോ ചിത്രീകരിച്ച് നമുക്ക് യൂട്യൂബിലിടാൻ പ്രചരിപ്പിക്കാം. ഇതിലൂടെ ഒന്നും വോട്ട് സമാഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ശരിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരിക്കുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് പിന്നെ ജനങ്ങളുടെ കൂടെ നിന്ന് ജനങ്ങളെ പൂച്ചെണ്ട് തരും, അതുപോലെ തന്നെ ചെരുപ്പേറ് തരും, അതുപോലെ തന്നെ സ്നേഹിക്കും, അവർ വെറുക്കും. പിന്നെ ജനങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രീയ നേതാവാകാൻ പറ്റുകയുള്ളൂ. രാഷ്ട്രീയ നേതാവായതിനു ശേഷം മാത്രമേ നമുക്ക് MLAയോ MP യോ മന്ത്രിയോ ഒക്കെ ആവാനായിട്ട് നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയത്തിലെ നേതാവ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവരും അറിയാവുന്ന പോലെ തന്നെ ഒരു പിരമിഡിൻ്റെ ഏറ്റവും അറ്റത്തെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് പിന്നെ രാഷ്ട്രീയ നേതാവ്. അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദിയെ തന്നെ എടുത്തോളൂ, അദ്ദേഹം ഒരു പിരമിഡിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ താങ്ങി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പ്രവർത്തകരും പിന്നെ മറ്റു ജനങ്ങളും പിന്നെ കോടിക്കണക്കിന് ആളുകളുടെ സപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹം ഒരു നേതാവായി ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് ഇല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് അവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു പിരമിഡ് എന്ന് പറയുന്നത് ടെമ്പററി ആയ നമ്മളെ ബിൽഡിങ്ങിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ മെറ്റൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു പിരമിഡിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഇട്ട് അതിൽ കയറി നിൽക്കാം എന്നാണ് പിന്നെ വിജയ് പിന്നെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല യഥാർത്ഥ പിന്നെ രാഷ്ട്രീയം. ഈ പിരമിഡിലെ ഓരോ തരിയും ഓരോ ആളുകളാണ്. പിന്നെ ഓരോ ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ പിരമിഡ് ഉണ്ടാക്കപ്പെടേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. ടെമ്പററി ആയിട്ട് ഇതുപോലത്തെ കുറേ PR വർക്ക് ചെയ്യുകയും ചാരിറ്റിയുടെ പിന്നെ വീഡിയോകളെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടിയുള്ള പിരമിഡ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പിന്നെ സംഭവിക്കില്ല എന്നുള്ളത് നമ്മളെ ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇതൊരു ലെങ്തി വീഡിയോ ആയിപ്പോയി എനിക്കെന്ന് തോന്നുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോ പിന്നെ നന്നാക്കാൻ പിന്നെ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കാം. അതുവരേക്ക് ഗുഡ് ബൈ.